ഇതാരാണെന്നാലും ഇങ്ങനൊരു കാട് പോലത്തെ സ്ഥലത്തൊക്കെ വീട് വെച്ചിട്ടുണ്ടാവുക. സോ ഗൈസ് നടന്നൊരു പരുവത്തിലായിട്ട്. അപ്പോൾ എന്തിനാ അങ്ങനെ നടക്കുന്നതെന്നായിരിക്കില്ലേ, ഒരു സംഭവം കാണിച്ചു തരാം. ഇത്ര വലിയൊരു സെറ്റപ്പാണോ അല്ലെങ്കിൽ സംഭവമാണോ എന്ന് നിങ്ങൾ തീരുമാനിച്ചായി. ഞാൻ എന്തായാലും കാണിച്ചു തരാം. ചിലപ്പോൾ എൻ്റെ വേറെ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കേട്ടോ ഈ ഒരു സ്ഥലം. വേറെ വീഡിയോ ഞാൻ ചെറുതായിട്ട് കാണിച്ചിട്ടുണ്ട്. കുറേ എന്താ പറയുക, കുറേ അടിപൊളിയായിട്ടുള്ള കാഴ്ചകളുള്ള ഒരു വീഡിയോയിൽ ഞാനൊരു സ്ഥലം കാണിച്ചിട്ടുണ്ട്. അപ്പം എന്താ സംഭവം എന്നല്ലേ കാണിച്ചു തരാം. അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ മനസ്സിലാവുന്നുണ്ടോ? ഒന്നും മനസ്സിലാവുണ്ടാവില്ല. കുറേ മരങ്ങളുണ്ട്, കുറേ കല്ലുണ്ട്, ഇതൊക്കെ അല്ലാണ്ട് വേറെ ഒന്നും മനസ്സിലാവുന്നുണ്ടാവില്ലേ. പറഞ്ഞുതരാം. വീഡിയോ കണ്ടവരുണ്ടെങ്കിൽ അവർക്ക് കത്തുട്ടോ എന്താ സംഭവം എന്ന്. ഇവിടെ നിങ്ങൾ എന്തെങ്കിലും അവശിഷ്ടം കാണുന്നുണ്ടോ? ഒന്നും കൂടി അടുത്ത് പോയിട്ട് കാണിച്ചു തരാം. കണ്ടില്ലേ? അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു ചുമരിൻ്റെ ബാക്കിയാണ്. ചുമര് മീൻസ് ഒരു വീടിൻ്റെ അവശിഷ്ടമാണ്. എത്ര കാലം മുമ്പ് പണിതാണെന്ന് അറിയില്ല കേട്ടോ. എന്തായാലും കല്ലും മണ്ണൊക്കെ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. കണ്ടില്ലേ? ഒരു തരി കോൺക്രീറ്റ് ഇല്ല, കമ്പില്ല, കട്ടല്ല, ഹോളോ ബ്രിക്സ് അല്ല, എന്താ പറയുക, നമ്മുടെ ചെങ്കല്ലല്ല, ഒന്നുമല്ല. എന്താ പറയുക, മണ്ണും കല്ലും മാത്രം. ഇതിൻ്റെ സൈഡിലേക്ക് പോയിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ബാക്കി. അവിടെയൊക്കെ ഉണ്ട്. പോരാത്തിന് ഇവിടെ ഫുള്ള് കാടാണ്. എന്താ ഉണ്ടാവുകയെന്നൊരു പിടിയില്ല കേട്ടോ. മീൻസ് വല്ല പുലിയോ ഉണ്ടാവുന്നൊരു പിടിയില്ല. പുലിയൊക്കെ വന്നൊരു ഓട്ടോ ഓടുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ വേറൊരു സൈഡ് കേട്ടോ. ആ വീടിൻ്റെ ഇതാരാണെന്നാലും ഇങ്ങനൊരു കാട് പോലത്തെ സ്ഥലത്തൊക്കെ വീട് വെച്ചിട്ടുണ്ടാവുക. നോക്കിയേ, ഇവിടം വരെ തന്നെ ഉള്ളു കേട്ടോ ഈ വീടിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത്. വലിയ വീടെന്നല്ല, ചെറിയ വീട്. അപ്പം തന്നെ വീടാണ്. കല്ലൊക്കെ ഇളകി കിടക്കുകയാണ്, എല്ലാ കല്ലും. അധികം കൊല്ലൊന്നും ആയി ഉണ്ടാവില്ല അല്ലേ. ഇവിടെയൊക്കെ കണ്ടോ, ഇവിടെയൊക്കെ തറേൻ്റെ സെപ്പറേഷൻ ഉണ്ട് കേട്ടോ. കണ്ടില്ലേ? മിനിമം 1-2 റൂമുകളെ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. ഇതിൻ്റെ തറയൊക്കെ എപ്പോഴും ഇവിടെ ഉണ്ട്, ഒന്നും ആയിട്ടില്ല. കണ്ടില്ലേ? പക്ഷെ ഇതൊക്കെ കാണാനും എന്താ പറയുക ഒരു രസമാട്ടോ. കാരണം നമ്മൾ പഴയ ഇതാണല്ലോ. നമ്മൾ ചിലപ്പോൾ പഴയ ചില ഗുഹകളൊക്കെ കണ്ടത്തില്ലേ, പഴയ വിത്തൊക്കെ, അതേപോലെയൊക്കെയാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് മണ്ണും കൊണ്ടുള്ള കട്ട കേട്ടോ. ഹോളോ ബ്രിക്സ് എന്നല്ല, വെറും മണ്ണും കൊണ്ട് കറക്റ്റ് ചതുരത്തിൽ ഇങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളതാണ് എന്താ പറയുക അതിശയിപ്പിക്കുന്നത്. കണ്ടില്ല, അത് ഒരു മണ്ണും കൊണ്ടുള്ള കട്ടയാണ്. അതേപോലെ കുറേ കട്ടകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ വീടിന് ഒരു കുന്ന് പോലെയുള്ള സ്ഥലമാട്ടോ. ഇവിടെ എങ്ങനെ വീട് വെക്കാനാണ്. അപ്പോൾ ഈ വീടിൻ്റെ ഇവിടെ കണ്ടില്ലേ, വീട് അവിടെയാണല്ലോ. അപ്പോൾ ഇതിന് മുമ്പിൽ കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ദാറ്റ് മീൻസ് ഒരു സെറ്റപ്പ് തന്നെ ആയിട്ടാണ് വീട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ താഴേക്ക് കണ്ടില്ലേ, ഇവിടെയൊക്കെ ഒരു മതിലുണ്ടായിരുന്ന പോലെ ഒക്കെ കാണുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ അവിടെ വലിയ മരങ്ങളാണ്, വലിയ മരങ്ങൾ. വീടുണ്ടായിരുന്നപ്പോൾ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവില്ല. എന്തായാലും അത്യാവശ്യം എന്താ പറയുക സെറ്റപ്പായിട്ടാണ് ഉണ്ടാക്കിയത് തോന്നുന്നു. മതിലോ ഫ്രണ്ടിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊരു കുന്ന് പോലത്തെ ഒരു സ്ഥലത്താട്ടോ. കുന്ന് മീൻസ് വലിയ കുന്നല്ല, ചെറുതായിട്ട്. എന്തായാലും ഇപ്പം ഇതിൻ്റെ അറിവൊന്നുമില്ല അവിടെ ആരാ താമസിച്ചതെന്ന് കേട്ടോ. എന്തായാലും സംഭവം നൈസായിട്ട്.
സോ ഗൈസ് അത്രയൊക്കെ തന്നെ ഉള്ളൂ. നല്ല പഴയൊരു വീടാണ്. അപ്പോൾ അതിങ്ങനെ കണ്ടപ്പോൾ നിങ്ങളൊന്ന് കാണിക്കണം തോന്നി. ചിലവർ കണ്ടിട്ടുണ്ടാവില്ല, മണ്ണും കൊണ്ടൊക്കെ കട്ടുണ്ടാക്കിയുള്ള വീട്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.